നമ്മുടെ നാടിൻ്റെ രുചിക്കൂട്ട് സെർവ് ചെയ്യുന്ന ഒരു ഹോട്ടൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, തലശ്ശേരി തക്കാരം. അവിടുന്ന് ബിരിയാണി ട്രൈ ചെയ്യാം. തലശ്ശേരി തക്കാരം. തക്കാരം എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാകാൻ ചാൻസ് ഇല്ല. ഞാൻ മലബാറുകാരനായിട്ട് പോലും ഈ വാക്കിൻ്റെ അർത്ഥം ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ റൂട്ട്സ് കോട്ടയം ആയതുകൊണ്ടാകാം മലബാർ ഡയലക്റ്റുമായി ഞാൻ ഇപ്പോഴും ഫെമിലിയർ ആകാത്തത്. ഞാൻ കോഴിക്കോടുള്ള ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെ പ്രോപ്പർ മലബാർ ഡയലക്റ്റ് സംസാരിക്കുന്നവർ കുറവാണ്. അതും കാരണമാകാം. തക്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം സൽക്കാരം എന്നാണ്. തലശ്ശേരി ബിരിയാണിയും കോഴിക്കോടൻ ബിരിയാണിയും തമ്മിലാണ് മലബാറിലെ റിയൽ ബിരിയാണി കോമ്പറ്റീഷൻ. തലശ്ശേരി ബിരിയാണിയാണ് ബെസ്റ്റ് എന്ന് ഒരു പക്ഷം, കോഴിക്കോട് ബിരിയാണിയാണ് ബെസ്റ്റ് എന്ന് മറ്റൊരു പക്ഷം. എന്തായാലും ഞാൻ ഇതുവരെ തലശ്ശേരി ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ആർഗ്യുമെൻറ്റിൽ പക്ഷം ചേരുന്നില്ല. ഞാൻ ഹോട്ടലിൽ വന്നിരുന്ന് ആദ്യമേ ചോദിച്ചത് ചിക്കൻ ബിരിയാണി ഉണ്ടോ എന്നാണ്. ചിക്കൻ ബിരിയാണി തീർന്നു എന്നായിരുന്നു ഉത്തരം. ബീഫ് ബിരിയാണി ഉണ്ട്, അതെടുക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, ബീഫ് എങ്കിൽ ബീഫ്, അതങ്ങ് ഓർഡർ ചെയ്തു. അച്ചാറും സാലഡും സൈഡായിട്ടുള്ള ബീഫ് ബിരിയാണി കിട്ടി. ബിരിയാണിയിലെ ബീഫ് ക്വാണ്ടിറ്റി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി. പിന്നെ ബിരിയാണി കഴിച്ചപ്പോൾ കാര്യം പിടികിട്ടി. ഇത് ബീഫ് ബിരിയാണി അല്ല, മറിച്ച് ബീഫ് ഫ്രൈയും ബിരിയാണി റൈസുമാണ്. ഇത് വെച്ചിട്ട് തലശ്ശേരി ബിരിയാണി വേഴ്സസ് കോഴിക്കോട് ബിരിയാണി ആർഗ്യുമെൻറ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ബീഫ് ഫ്രൈ അത്യാവശ്യം സ്പൈസിയാണ്, അത്യാവശ്യം ടേസ്റ്റുമുണ്ട്. ബീഫ് ഫ്രൈ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് കഴിച്ചു തീർക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടെങ്കിലും ഞാൻ കഴിച്ചു തീർത്തു. ബീഫൊക്കെ വേസ്റ്റ് ചെയ്താൽ പാപം കിട്ടും. അതിൻ്റെ പേരിൽ എനിക്ക് നരകത്തിൽ പോകാൻ വയ്യ. സാധാരണ ബിരിയാണി തീരുമ്പോൾ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടാറ്. ഇത് കഴിച്ചു തീർന്നപ്പോൾ ഹാവു തീർന്നല്ലോ എന്ന ഫീലായിരുന്നു. ഇത്രയും ബീഫ് ഫ്രൈ ബിരിയാണി റൈസിൻ്റെ കൂടെ കൊടുക്കല്, കഴിച്ചു തീർക്കാൻ പാടാണ്. അങ്ങനെ പറയല്ലല്ലോ അല്ലേ? ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ. സെൻറ്റൻസ് റീഫ്രൈസ് ചെയ്യുന്നു. ഇത്രയും ബീഫ് ഫ്രൈ ബിരിയാണി റൈസിൻ്റെ കൂടെ എനിക്ക് തരരുത്, കഴിച്ചു തീർക്കാൻ പാടാണ്. ഇവരുടെ ചിക്കൻ ബിരിയാണി ആയിരിക്കാം പ്രോപ്പർ തലശ്ശേരി ബിരിയാണി. അത് തീർന്നുപോയി. അതുകൊണ്ട് തലശ്ശേരി ബിരിയാണി തിന്നുക എന്ന ആഗ്രഹം ബാക്കി വെച്ച് ഞാനിവിടുന്ന് ഇറങ്ങുന്നു. എനിക്ക് ബീഫ് ബിരിയാണി എന്ന പേരിലാണ് ആ ഒരു ബിരിയാണി സെർവ് ചെയ്തതെങ്കിലും ശരിക്കും അതിനെ ബീഫ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും സെപ്പറേറ്റ് ആയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ. ബീഫ് ഫ്രൈ പ്ലസ് ബിരിയാണി റൈസ് കോംബോ ആണ്. അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി എന്ന രീതിയിൽ ഞാൻ അതിനെ റേറ്റ് ചെയ്യുന്നില്ല. ബീഫ് ഫ്രൈ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു, കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി റൈസ് അത് ഒരു മലബാർ ലെവലിൽ നോക്കുമ്പോൾ ഒരു ഓക്കെ ടൈപ്പായിരുന്നു. മൊത്തത്തിൽ ടേസ്റ്റ് ഓക്കെയാണ്, പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി.